നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ത് ചേരുന്നു. ശരത്ത്, ഇന്ന് തന്നെ ഏതാണ്ട് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ഉണ്ടാക്കുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നസിയ, നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രവർത്തക സമിതി യോഗവും അതുപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തൊട്ടു പിന്നാലെ ഇന്ന് പുലർച്ചയോടുകൂടി BJPയുടെ 9ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരുന്നു. ഈ പട്ടികയിൽ BJPയുടെ ബാംഗ്ലൂർ സൗത്ത് മണ്ഡലത്തിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുകൂടിയുള്ള ഒരു പട്ടികയായിരുന്നു ഇത്. ഈ മണ്ഡലത്തിൽ പകരം തേജസ്വി സൂര്യ എന്ന യുവ മോർച്ച നേതാവാണ് മത്സരിക്കുക. ഇതോടുകൂടി ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത അടഞ്ഞിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയും ഏറെക്കുറെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും ദക്ഷിണേന്ത്യയിലെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ എത്തും എന്നുള്ള സൂചനകളായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ ബാംഗ്ലൂർ സൗത്ത് മണ്ഡലത്തിൽ മറ്റൊരു പ്രധാനമന്ത്രി മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഇനിയും നീട്ടാതെ തന്റെ തീരുമാനം രാഹുൽ ഗാന്ധി അറിയിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കരുതുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നില്ല എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തന്റെ നിലപാട് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി അറിയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിവിധ പൊതുപരിപാടികളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. 3 പൊതുയോഗങ്ങൾ രാജസ്ഥാനിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നില്ല. എങ്കിലും തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിക്കുന്ന നേതാക്കന്മാരെയൊക്കെ തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തീരുമാനം അദ്ദേഹം ഇന്ന് തന്നെ അറിയിക്കാനുള്ള സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നസിയ, അതുപോലെ തന്നെ ശരത്, ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണെങ്കിലും രാഹുൽ ആദ്യം പ്രതികരിക്കാൻ ഒറ്റ ചോദ്യം, അതായത് തെരഞ്ഞെടുപ്പ് പത്രിക മറ്റല്ലാതെ മറ്റൊരു കാര്യത്തിലും പ്രതികരണമില്ല എന്നൊരു നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിൽ തന്നെ നേതാക്കൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കെന്ന് പറയുന്നു. ഇന്നലത്തെ അതേ നിലപാട് തന്നെയാണ് ഇന്നും കാണുന്നത്. ഇന്നും പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഹുൽ നീങ്ങാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ BJP അവരുടെ പട്ടിക പുറത്തുവിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ എവിടെയും മത്സരിക്കില്ല എന്നുള്ള ഒരു സൂചന നൽകിയ സാഹചര്യത്തിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുണ്ടാകില്ല. കാരണം രാഹുൽ ഗാന്ധി ഈ ഒരു സാധ്യത തുറന്നു വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാംഗ്ലൂർ സൗത്തിൽ മത്സരിക്കുകയാണെങ്കിൽ താനും മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ്. ഏതായാലും ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം നേതാക്കന്മാരെ ഒക്കെ തന്നെ അറിയിക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. മറ്റു രീതിയിൽ ഇനിയിപ്പോൾ മത്സരിക്കുകയാണെങ്കിൽ, വയനാട്ടിൽ മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്കെതിരായ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാറുമെന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ തനിച്ച് ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നീക്കത്തിലേക്ക് രാഹുൽ പോകാനുള്ള സാധ്യത ഇപ്പോൾ കുറച്ചുകൂടി അടഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഇത്തരത്തിൽ ഇടതുപക്ഷം ശക്തമായ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചർച്ചയും മറ്റൊരു തരത്തിലായിരിക്കും. അതും കോൺഗ്രസിന് ക്ഷീണം ചെയ്യുന്നതിനാൽ തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് രാഹുൽ പോകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഇനി കരുതാനാകില്ല. അതുപോലെ തന്നെ ശരത്ത്, രാഹുൽ ഗാന്ധി സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ, അല്ലെങ്കിൽ വയനാട് തന്നെ ഉറപ്പിച്ചു എന്ന ഒരു നിലപാടാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായും അത് ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. രാഹുൽ ഗാന്ധി ഏതായാലും മത്സരിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ സൂചന നൽകിയാൽ മാത്രമേ ആ പ്രഖ്യാപനത്തിലേക്ക് കടക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട PCCകൾ, ദക്ഷിണേന്ത്യയിലെ 3 PCCകൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഒഴിവുള്ളത് വയനാട് മാത്രമാണ് എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിന്റെ കർണാടക PCC അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞത്
രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സന്നദ്ധമാണ് എങ്കിൽ ഏത് സീറ്റിലും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനും തങ്ങൾ തയ്യാറാണ് എന്ന് ദിനേശ് ഗുണ്ടുറാവ് വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യത്തിൽ വയനാട്ടിൽ മത്സരിക്കും എന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഏതായാലും അന്തിമ തീരുമാനം കാത്തിരിക്കേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിൽ കോൺഗ്രസ് നടത്തുന്നത് കോപ്രായം എന്ന് കോടിയേരി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ശരത്ത് നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിൽ കോൺഗ്രസ് നടത്തുന്നത് കോപ്രായമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ കേരളത്തിലെ എല്ലാ സീറ്റും കിട്ടുമെങ്കിലും അദ്ദേഹത്തെ ഉത്തർപ്രദേശിൽ മത്സരിപ്പിക്കണമെന്നും കോടിയേരി പറഞ്ഞു. കോഴിക്കോട് LDF സ്ഥാനാർത്ഥിയെ പ്രദീപ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടന്ന യോഗത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിൽ കോൺഗ്രസ് നടത്തുന്നത് കോപ്രായമാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചാൽ എന്താണ്? രാഹുൽ മത്സരിച്ചാൽ കേരളത്തിലെ എല്ലാ സീറ്റും കിട്ടുമെങ്കിൽ ഉത്തർപ്രദേശിലാണ് മത്സരിക്കേണ്ടത് എന്നും കോടിയേരി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ സാധിക്കാത്ത കോൺഗ്രസ് എങ്ങനെ ഇന്ത്യ ഭരിക്കുമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. എല്ലാവരും ടെലിവിഷന് മുമ്പിൽ പോയിരുന്നത് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, ഇപ്പം പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടിരുന്നത്. പക്ഷേ ഇല്ല. പിന്നെ പറഞ്ഞു 4 മണിക്ക് ഒരു വക്താവ് പത്രസമ്മേളനം നടത്തും. AICCയുടെ സെക്രട്ടറി വേണുഗോപാലിനും കൂടി നടത്തും. അപ്പം എല്ലാവരും 4 മണിക്ക് പോയി ടെലിവിഷന് മുമ്പിൽ ഇരുന്നു. കാണുന്നില്ല. 2 മണിക്ക് സിദ്ദിഖ് പത്രസമ്മേളനം നടത്തും. വയനാട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചു. അയാൾ എവിടെയോ പോയി. ഇത്തരം ഈ കോപ്രായ പ്രകടനം എന്തിനാണ് ഈ കോൺഗ്രസ് നടത്തുന്നത്? രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കണമോ വേണ്ടോ എന്നതിനെ കുറിച്ച് പോലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത കോൺഗ്രസ് ആണോ ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെടപ്പെടാൻ പോകുന്നത്? ഇവരാണോ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി കേരളത്തിൽ എവിടെ വന്നു മത്സരിച്ചാലും ഇടതുപക്ഷം നേരിടും. അതിന് സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട കാര്യം തങ്ങൾക്കില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എവിടെ വേണമെങ്കിലും മത്സരിക്കട്ടെ. ഞങ്ങൾ എവിടെ കേരളത്തിൽ വന്ന് മത്സരിച്ചാലും ആ സീറ്റിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കും. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനുള്ളൊരവസരം കേരളത്തിന് കിട്ടുമെങ്കിൽ ആ അവസരം കേരളം ഒരിക്കലും പാഴാക്കാൻ പോകുന്നില്ല എന്നതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥിനെയൊന്നും അവിടെ നിന്ന് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. സുനീർ തന്നെ മതി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടന്ന പൊതുയോഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൻ ജനപങ്കാളിത്തമാണ് പൊതുയോഗത്തിൽ അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മന്ദബുദ്ധികളാകരുതെന്ന് KK രാമചന്ദ്രൻ മാസ്റ്റർ. രാഹുൽ ഗാന്ധി വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുമെന്ന് പറയാൻ നേതാക്കൾ തമ്മിൽ മത്സരം നടത്തിയ പശ്ചാത്തലത്തിലാണ് KK രാമചന്ദ്രൻ മാസ്റ്ററുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്തി മാത്രമേ രാഹുൽ തീരുമാനമെടുക്കൂവെന്നും രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. മുസ്ലിം തീവ്രവാദ ബന്ധമുള്ള ആരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കരുതെന്നും രാമചന്ദ്രൻ മാസ്റ്റർ ഫേസ്ബുക്കിൽ കുറിച്ചു. BDJSന്റെ 3 സീറ്റുകളിൽ ഇന്ന് 11 മണിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര സീറ്റുകളിലാണ് പ്രഖ്യാപനം. തൃശൂർ സീറ്റിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സിബി ചേരുന്നു. സിബി, തൃശൂരും വയനാടും മാത്രം ഒഴിച്ചിട്ടുകൊണ്ടാണ് ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? BDJSന്റെ 3 സീറ്റുകളിൽ ഇന്ന് 11 മണിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര സീറ്റുകളിലാണ് പ്രഖ്യാപനം. തൃശൂർ സീറ്റിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നത്. BDJS 3 സീറ്റുകൾ ഇന്ന് പ്രഖ്യാപിക്കും. തൃശൂർ, വയനാട് ഒഴികെയാണ് ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അതേസമയം BDJSന്റെ നേതൃത്വ യോഗം തിരുവല്ലയിൽ ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണവും BDJS പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെയുമാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബി ചേരുന്നു. സിബി, തൃശൂർ, വയനാട് മാത്രം ഒഴിച്ചിട്ടുകൊണ്ടാണ് ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ഇന്ന് രാവിലെ ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇന്ന് രാവിലെ 11 മണിയോടെ BDJSന്റെ 3 സീറ്റുകളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിച്ചത്. ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര എന്നീ 3 സീറ്റുകളിൽ ഇന്ന് പ്രഖ്യാപനം നടത്തും. എന്നാൽ തൃശൂർ സീറ്റിലും വയനാട് സീറ്റിലും പിന്നീടായിരിക്കും പ്രഖ്യാപനം. തൃശൂർ സീറ്റിൽ 2 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചത്. എല്ലാവരും ആലോചിച്ച ശേഷം മാത്രമായിരിക്കും തൃശൂരിൽ സീറ്റിന്റെ കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകൂ. BDJSന് BJP കേന്ദ്ര നേതൃത്വം എല്ലാവിധ പ്രാതിനിധ്യം നൽകിയതായും ഞങ്ങൾ ഈ BJPയുമായി മറ്റു സീറ്റ് കാര്യങ്ങളൊന്നും തന്നെ തർക്കമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സീറ്റുകളിൽ യാതൊരു തർക്കവുമില്ല, എല്ലാവിധ പ്രാതിനിധ്യവും BJP കേന്ദ്ര നേതൃത്വം നൽകിയെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. എന്തായാലും വയനാട് സീറ്റ് സംബന്ധിച്ചും തൃശൂർ സീറ്റ്, ഈ 2 തൃശൂരും വയനാട് സീറ്റുകളും ഒഴിച്ചിട്ടുള്ള ബാക്കി 3 ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര സീറ്റുകളായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക. വയനാട് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് BDJS. ഒരു പക്ഷേ ഈ BDJSൽ നിന്നും സീറ്റ് BJP ഏറ്റെടുക്കുമോ എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് BJPക്ക് ആലോചന. അങ്ങനെയെങ്കിൽ BDJS ഏറ്റെടുക്കുകയാണെങ്കിൽ അത് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്നൊരു നിർദ്ദേശവും BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചാണ് വിവരം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരും അതോടൊപ്പം തന്നെ വയനാടും ഒഴിച്ചിട്ടിരിക്കുകയാണ്. തൃശ്ശൂർ സീറ്റ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്ന ഒരു ഇതാണ് ഇതുവരെയും വിവരമാണ് ഉള്ളത്. എന്നാൽ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുമെന്ന ഒരു വാർത്ത വന്നതോടെ തൃശ്ശൂർ സീറ്റും അതോടൊപ്പം തന്നെ വയനാട് സീറ്റും ഈ BDJS മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ പിന്നീട് തീരുമാനം അറിയിക്കും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. എന്തായാലും ഇന്ന് ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര സീറ്റുകൾ സംബന്ധിച്ച് ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാവിലെ 11 മണിയോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സിബി, അതുപോലെ തന്നെ രാഹുലിന്റെ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയായിരിക്കും ഈ ഒരു വയനാട് അല്ലെങ്കിൽ ഒരു തൃശൂർ സീറ്റ് ഒഴിച്ചിട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ BDJSന്റെ വയനാട് സീറ്റ് BJP കഴിഞ്ഞ ദിവസം ശ്രീധരൻപിള്ള വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി സീറ്റ് ആവശ്യപ്പെടുമെന്ന്. അങ്ങനെയാണെങ്കിൽ BDJS ആ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ തുഷാർ തന്നെ വയനാട്ടിൽ മത്സരിക്കുമോ? വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായ ശക്തനായ ഒരു നേതാവിനെ നിർത്തണമെന്ന ഒരു കാര്യത്തിൽ BJP നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് അത് അങ്ങനെയെങ്കിൽ BDJSൽ നിന്നും ആ സീറ്റ് ഏറ്റെടുത്ത് BJPയുടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനയാണ് BJPയിൽ ഉണ്ടായത്. ശ്രീധരൻപിള്ള ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ സീറ്റ് വിട്ടുകിടക്കേണ്ടതില്ല എന്നാണ് BDJSന്റെ തീരുമാനം. ആ കാര്യം തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ BDJSന് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തുഷാർ വെള്ളാപ്പള്ളിയെ തൃശ്ശൂരിന് പകരം വയനാട്ടിൽ മത്സരിപ്പിക്കുക എന്നുള്ള തീരുമാനമായിരിക്കും ഒരുപക്ഷെ BDJS എടുക്കുക. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയാണ് വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയായി എത്തുന്നതെങ്കിൽ അത് BJP കേന്ദ്ര നേതൃത്വവും അംഗീകരിക്കും. BJPയും ഈ കാര്യത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ തുഷാർ തൃശ്ശൂരിൽ മത്സരിക്കാതെ വയനാട്ടിൽ മത്സരിക്കണമെന്ന ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ സീറ്റിലും വയനാട് സീറ്റിലും 2 സീറ്റുകൾ ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് നടത്താൻ പോകുന്നത്. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയും ജയിച്ചില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചുകൊണ്ട് ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന ഒരു കാര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി കൂടി തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തുഷാർ വയനാട്ടിൽ മത്സരിക്കുന്നതോട് അദ്ദേഹത്തിന് വ്യക്തിപരമായി താല്പര്യമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ രാഹുൽ ഗാന്ധി വന്നാൽ ഒരുപക്ഷെ വയനാട്ടിലായിരിക്കും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുക. അതല്ലെങ്കിൽ ആ സീറ്റ് BJPക്ക് വിട്ടു നൽകേണ്ടി വരും. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ BDJS തന്നെ ആ സീറ്റ് ലഭിക്കും. എന്തായാലും വയനാട് സീറ്റ് ഇതിന്റെ പേരിൽ വിട്ടു നൽകാനാവില്ല എന്ന് BDJS വ്യക്തമാക്കി കഴിഞ്ഞു. BDJS ഏറ്റെടുക്കുവാൻ അത് തുഷാർ തന്നെ മത്സരിക്കുമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൃശ്ശൂരും വയനാട്ടിലും വൈകുകയും ചെയ്തത്. വ്യക്തമാണ് സിബി. തുഷാർ വെള്ളാപ്പള്ളി അല്പസമയം മുമ്പ് BDJSന്റെ നിലപാട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ആ വാക്കുകളിലേക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. അതൊരു 11 മണിക്ക് ആലപ്പുഴ വെച്ചിട്ട്. തൃശ്ശൂരും അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തീരുമാനിക്കും. ഒന്നുമില്ല, കാര്യം കുറിച്ച് എല്ലാവരും ആലോചിക്കേണ്ട അതിന് ശേഷം അത് ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. എല്ലാം 2 ദിവസം കഴിയുമ്പോൾ അറിയാം. ഇപ്പം ഇന്ന് ഏതായാലും 3 സ്ഥലത്ത് പറയുന്നുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ആലത്തൂർ, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ പിന്നെ മാവേലിക്കര
3 സ്ഥലം. ബിജെപി കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. ഈ ചർച്ചകളിലെല്ലാം BDJS അർത്ഥമായ ഒരു പ്രാതിനിധ്യം എങ്ങനെയാണ്, എന്താണ്? അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെയാണ് BDJS തരേണ്ട എല്ലാ പ്രാതിനിധ്യവും തന്നിട്ടുണ്ട്. തൃശ്ശൂരിന്റെ കാര്യത്തിൽ എന്താണ് ഇത്ര ഒരു വൈകാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം ആരൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഫൈനൽ തീരുമാനം വരാനുണ്ട്. അതിപ്പം 2 ദിവസത്തിനുള്ളിൽ എടുക്കും, അതിനുശേഷം ഡിക്ലെയർ ചെയ്യും. അതേസമയം NDA സംസ്ഥാന നേതൃയോഗം തിരുവല്ലയിൽ അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് BJP ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിലുമാണ് പ്രധാന ചർച്ച. അതേസമയം പ്രചരണത്തിൽ പിന്നാലെയാണെന്നുള്ള വിലയിരുത്തലാണ് നേതാക്കൾ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് ചേർന്നു. ഗീവർഗീസ്, ഇന്ന് നേതൃയോഗത്തിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ പറ്റിയും സ്ഥാനാർത്ഥികളെ പറ്റിയുമായിരിക്കും ചർച്ച ചെയ്യുക. മറ്റെന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചർച്ചാ വിഷയം? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. NDA സംസ്ഥാന യോഗം അല്പസമയത്തിനകം തിരുവല്ലയിൽ ചേരും. തിരുവല്ല സ്വകാര്യ ഹോട്ടലിലെ ഒരു കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് മുഖ്യ അജണ്ട. അതോടൊപ്പം തന്നെ BDJS സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് വ്യക്തമാവുന്നത്. ആദ്യഘട്ടത്തിൽ ആലത്തൂർ, ഇടുക്കി, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലെ സീറ്റുകളുടെ പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകുക. അതേസമയത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ തുഷാർ അവിടെ തന്നെ മത്സരിക്കണം എന്ന് BDJS ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇതിനായിരിക്കും മുഖ്യമായി ഈ കാര്യമായിരിക്കും മുഖ്യമായും ചർച്ചാ വിഷയമാകുക. ഇതിനുശേഷം ഇപ്പോൾ തൃശൂർ സീറ്റ് BDJSനാണ് നൽകിയിരിക്കുന്നത്. ഇത് BJPക്ക് തിരികെ നൽകണം എന്നും യോഗത്തിൽ ആവശ്യമുണ്ടാകും. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് ആദ്യഘട്ടത്തിൽ തിരിച്ചടിയാണെന്ന വിലയിരുത്തലിലാണ് NDA സംസ്ഥാന നേതൃത്വം. കൺവെൻഷനിൽ ചേർന്ന് 2ാം ഘട്ടത്തിൽ ചൂടുറപ്പിക്കാനുള്ള പരിപാടികളും യോഗം ചേരും. ഇന്നലെ തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റിയിലാണ്, തിരുവല്ലയിലാണ് ഇന്ന് നേതൃയോഗം ചേരുന്നതെന്ന് വ്യക്തമായത്. ആദ്യഘട്ടത്തിൽ ഇത് തിരുവനന്തപുരത്ത് തന്നെ നടത്താനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ സുകുമാരൻ നായരുടെ ഭാര്യ മരണപ്പെട്ടിരുന്നു ഇന്നലെ. തുടർന്ന് നേതാക്കന്മാരെല്ലാം ചങ്ങനാശ്ശേരിയിലായിരുന്നാൽ ഇവരുടെയെല്ലാം സൗകര്യാർത്ഥമാണ് NDAയുടെ യോഗം ഇപ്പോൾ തിരുവല്ലയിൽ വെച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം യോഗം നടക്കും. അതോടൊപ്പം തന്നെ ശബരിമല പ്രചരണ വിഷയം എങ്ങനെയാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാം എന്നതിനെക്കുറിച്ചും NDA യോഗത്തിൽ തീരുമാനമാകും. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ടയിലും ആലപ്പുഴയിലും മണ്ഡല കൺവെൻഷനുകളും BJP വെച്ചിട്ടുണ്ട്. നസിയ. ഗീവർഗീസ്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടം തിരിച്ചടിയായി എന്നൊരു നിരാശയും കൂടി ഇപ്പോൾ BDJSലുണ്ട്. ഇത് മറികടക്കാനുള്ള ചർച്ചയും ഇന്നത്തെ യോഗത്തിലുണ്ടാകുമോ? തീർച്ചയായും നസിയ. ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. അടുത്ത് തന്നെ കുറച്ച് വൈകിയാണെങ്കിലും കോൺഗ്രസും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ചു, പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോഴാണ് BJPയുടെ സീറ്റുകൾ, പ്രത്യേകിച്ച് BDJSന്റെ സീറ്റുകളിൽ വ്യക്തത വന്നിട്ടില്ല, അവ്യക്തത തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത് ഒരു തിരിച്ചടി തന്നെയാണെന്ന് ആണ് അവർ വിലയിരുത്തുന്നത്. കാരണം 27 ദിവസങ്ങൾ മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിനുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് പൂർണ്ണമായും പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് തന്നെയാണ് BDJSന്റെ നേതാക്കളുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അടുത്ത ദിവസം തന്നെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഇത് തന്നെയാണ് മുഖ്യ അജണ്ടയായിട്ട് ഇന്നത്തെ നേതൃയോഗത്തിൽ ഉയർന്നു വരിക. നഫിയ. ഗീവർഗീസ്, അതുപോലെ തന്നെ രാഹുൽ വയനാട്ടിലെത്തിയാൽ തുഷാർ വയനാട്ടിൽ മത്സരിക്കുമെന്നൊരു നിലപാടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൃശൂരിൽ ആരായിരിക്കും മത്സരിക്കാനുള്ള ഏറ്റവും സാധ്യതകളുള്ളത്? തുഷാർ BDS സ്ഥാനാർത്ഥിയായ തുഷാർ തന്നെ തൃശൂർ സീറ്റിൽ മത്സരിക്കണമെന്നായിരുന്നു ആദ്യം ആവശ്യം ഉയർന്നിരുന്നത്. പിന്നീടാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം. രാഹുൽ ഗാന്ധി സംസ്ഥാന നേതൃത്വം KPCCയും സംസ്ഥാന നേതൃത്വം എല്ലാം ആവശ്യപ്പെട്ട് രാഹുൽ വയനാട് സീറ്റിൽ മത്സരിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഈ സാഹചര്യത്തിലാണ് അവിടെ തുഷാറിനെ ഇറക്കി രാഹുലിനെ എതിർക്കാൻ വേണ്ടി BJP തീരുമാനിച്ചത്, BDJS തീരുമാനിച്ചത്. തുഷാർ കരുത്തനായ ഒരു എതിരാളി തന്നെയാണെന്നാണ് BDJSന്റെ പക്ഷം. ഈ സാഹചര്യത്തിൽ മുൻപ്, അതായത് തൃശൂർ സീറ്റിൽ തുഷാർ മത്സരിക്കാനിരുന്ന സീറ്റിൽ അത് തിരികെ BJP തിരിച്ചെടുക്കാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നതെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. ആ സാഹചര്യത്തിൽ ഇതിൽ പിന്നീട് മാത്രമേ ഇവിടെ ആര് മത്സരിക്കും, BJP സ്ഥാനാർത്ഥി തന്നെയാണോ ഇവിടെ മത്സരിക്കുക എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത പിന്നീട് മാത്രമേ ആവുകയുള്ളൂ. നഫിയ. NDAയുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവല്ലയിൽ നടക്കും. തൃശൂരിലും വയനാട്ടിലും ഒഴികെയുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. വിവരങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് നൽകിയത്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വൈത്തിരിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ടിപ്പർ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിരൂർ സ്വദേശികളാണ് മരിച്ചത്. ഒരാളെ തിരിച്ചറിഞ്ഞു. തിരൂർ പാറമേൽ ഷമീമുദ്ദീനും ആണ് മരിച്ചത്. ഇപ്പോൾ വിവരങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 8 മണിക്കാണ് വയനാട് പഴയ വൈത്തിരിയിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റ സ്വദേശി നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തിരൂർ പാറമേൽ ഷമീമുദ്ദീനാണ് പരിക്കേറ്റത്. അദ്ദേഹം തിരിച്ചറിഞ്ഞ മൃതദേഹം തിരൂർ പാറമേൽ ഷമീമുദ്ദീന്റെ അല്ല. തിരൂർ പാറമേൽ ഷമീമുദ്ദീന് പരിക്കേറ്റതായാണ് വിവരം. അമിത വേഗതയാണ് വാഹനാപകടം ഉണ്ടാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. 4 പേർ കാറിലുണ്ടായിരുന്നു. തിരൂർ പാറമുണ്ട സ്വദേശികളാണ് ഈ മരിച്ച 3 പേരെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. രാവിലെ 8 മണിക്കാണ് അപകടമുണ്ടായത്. അമിത വേഗതയോ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം അപകട കാരണമെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അല്പം മുമ്പാണ് വാഹനാപകടമുണ്ടായത്. ഈ മൃതദേഹങ്ങൾ വൈത്തിരി ആശുപത്രിയിൽ, ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വ്യക്തമാണ്. വൈത്തിരിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ടിപ്പറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിരൂർ സ്വദേശികളാണ് മരിച്ചത്. ഒരാളെ തിരിച്ചറിഞ്ഞു. തിരൂർ പാറമേൽ ഷമീമുദ്ദീനാണ് മരിച്ചത്. വിവരങ്ങളാണ് വയനാട്ടിൽ നിന്നും അനൂപ് നൽകിയത്. ഇടവേള. ഇടുക്കി കട്ടപ്പന വെള്ളയാംകുടിയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മരണം. സൊസൈറ്റി സ്വദേശികളായ രാജൻ, ഏലമ്മ എന്നിവരാണ് മരണപ്പെട്ടത്. ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഓട്ടോയിലുണ്ടായിരുന്ന 4 പേരിൽ 2 പേർക്കാണ് മരണം സംഭവിച്ചത്. പരിക്കേറ്റ മറ്റുള്ളവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് പാറകുളം സ്വദേശികളായ സുനിലും ശാന്തിനിയും. കഴിഞ്ഞ ദിവസം ചവറയിൽ കല്യാണത്തിന് പോയി മടങ്ങിവരുന്ന വഴിയാണ് കൊല്ലം ബീച്ചിലെത്തിയ ദമ്പതികൾ തിരയിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും തുടരെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താനായത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കേരളം രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വടകരയിൽ പ്രചരണം മുറുകുന്നു. LDF സ്ഥാനാർത്ഥി P ജയരാജന് കുറ്റ്യാടി മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. UDF സ്ഥാനാർത്ഥി കൊയിലാണ്ടിയിൽ പ്രചരണം നടത്തി. NDA സ്ഥാനാർത്ഥിയും വടകരയിൽ സജീവമാണ്. വേനൽ കടുക്കുമ്പോഴും സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ആബാലവൃദ്ധം ജനങ്ങളാണ് P ജയരാജനെ സ്വീകരിക്കാനായി ഒഴുകിയെത്തുന്നത്. തിങ്കളാഴ്ച കുറ്റ്യാടി മണ്ഡലത്തിലെ എളമ്പിലാട് നിന്നാരംഭിച്ച പര്യടനം രാത്രിയോടെ നെട്ടൂരിൽ സമാപിച്ചു. തണ്ണീർപന്തലിൽ ചേർന്ന സ്വീകരണത്തിൽ യൂത്ത് ബ്രിഗേഡിന്റെ ഉദ്ഘാടനവും P ജയരാജൻ നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് വലിയ നിലക്കുള്ള സ്വീകാര്യതയാണ് ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഓരോ സ്വീകരണ കേന്ദ്രവും തെളിയിക്കുന്നത്. UDFും BJPയും എന്തെല്ലാം നുണപ്രചരണങ്ങൾ നടത്തിയാലും LDFന് നല്ലൊരു വിജയം വടകര മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തിങ്കളാഴ്ച കൊയിലാണ്ടിയിൽ പര്യടനം നടത്തി. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചുമാണ് വോട്ടഭ്യർത്ഥിച്ചത്. വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആശയക്കുഴപ്പമില്ലെന്ന് മുരളീധരൻ പറഞ്ഞു. എല്ലാം ചോദിക്കേണ്ട സ്ഥലത്ത് അനുവാദം ചോദിച്ചതിന് ശേഷം തന്നെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. സാധാരണ വോട്ടർമാർ വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങളെയൊക്കെ സ്വീകരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി VK സജീവനും പ്രചരണ രംഗത്ത് സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിക്ക് BJP സീറ്റ് നിഷേധിച്ചു. കൺപൂരിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് തീരുമാനം. അതേസമയം BJP MP ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിലേക്കെന്ന സൂചന. ഈ മാസം അവസാനം കോൺഗ്രസിൽ ചേർക്കുമെന്നാണ് സൂചന. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എന്ന നിരവധി പേരാണ് ഇപ്പോൾ പോയത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നസിയ, മുതിർന്ന നേതാക്കളായ മുരളി മനോഹർ ജോഷി, LK അദ്വാനി തുടങ്ങിയവർക്ക് BJP സീറ്റ് നൽകിയില്ല. ഇരുവരും മത്സരിക്കുന്ന സീറ്റുകളിലെ മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് LK അദ്വാനിയുടെ സീറ്റിൽ BJP അധ്യക്ഷൻ അമിത്ഷാണ് സ്ഥാനാർത്ഥി. മുരളി മനോഹർ ജോഷി 2014 മത്സരിച്ച കാൺപൂർ സീറ്റിലാകട്ടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്
മുരളി മനോഹർ ജോഷി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാൺപൂരിലെ വോട്ടർമാർക്കായി മുരളി മനോഹർ ജോഷി ഒരു കുറിപ്പ് നൽകിയിരിക്കുന്നു. തന്നോട് ജനറൽ സെക്രട്ടറിയായ രാംലാൽ ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥിയാകരുതെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പിന്മാറുന്നതെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഈ നേതാക്കൾ എന്താണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് പിൻവലിക്കാൻ കാരണം എന്നത് വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ തന്നെ LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങി മുതിർന്ന നേതാക്കളോട് BJP ദൂതന്മാർ മുഖേന സംസാരിച്ച് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണം എന്ന് പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. LK അദ്വാനി ആകട്ടെ ഇത് നേരത്തെ തന്നെ നിരസിച്ചു. അദ്ദേഹത്തോട് മറ്റൊരു ഓഫർ കൂടി നൽകിയിരുന്നു, അദ്ദേഹത്തിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കാം എന്നത്. പക്ഷെ LK അദ്വാനി ഇതിന് മറുപടി നൽകിയത് മുതിർന്ന നേതാക്കളോ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ സംസാരിക്കട്ടെ, അപ്പോൾ നോക്കാം എന്ന് തന്നെയാണ്. താൻ ഇപ്പോഴും സിറ്റിംഗ് MP തന്നെയാണ് എന്നതാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുരളി മനോഹർ ജോഷിയും പ്രതികരിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് പക്ഷേ ജനറൽ സെക്രട്ടറി രാംലാൽ ആണ് സംസാരിച്ചു എന്നതാണ് പ്രത്യേകത. പക്ഷേ കാൺപൂരിലെ MP എന്ന നിലയിൽ താൻ തന്നെ മത്സരിക്കും എന്ന് മുരളി മനോഹർ ജോഷി അദ്ദേഹത്തിന് മറുപടി നൽകി. തിരിച്ച് രാംലാൽ ഒന്നും പറഞ്ഞില്ല. പിന്നീട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോഴാണ് പൂർണ്ണമായും മുരളി മനോഹർ ജോഷിയെ മാറ്റിയിരുന്നത്. ഇത് കൂടാതെ തന്നെ BJPയുടെ മറ്റൊരു നേതാവ് ശത്രുഘ്ൻ സിൻഹ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നരേന്ദ്രമോദിയുടെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വലിയ വിമർശകനാണ് ശത്രുഘ്ൻ സിൻഹ. ബീഹാറിലെ പട്നയിൽ മത്സരിക്കുന്ന ശത്രുഘ്ൻ സിൻഹയെ അവിടെ നിന്ന് മാറ്റി രവിശങ്കർ പ്രസാദിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശത്രുഘ്ൻ സിൻഹ ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരും എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ മാസം അവസാനത്തോടുകൂടി അങ്ങനെ ഒരു നീക്കം നടക്കുമെന്നാണ് അറിയുന്നത്. കാരണം നേരത്തെ തന്നെ ശത്രുഘ്ൻ സിൻഹ നരേന്ദ്രമോദിയുടെ നയങ്ങൾ അതിനിശിതമായി വിമർശിച്ചിരുന്നു. എന്ന് മാത്രമല്ല യശ്വന്ത് സിൻഹ, അരുൺ ഷൂറി തുടങ്ങി BJP വിമത നേതാക്കളോടൊപ്പം പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ്. ഇപ്പോൾ സീറ്റില്ലാത്ത സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട സാഹചര്യത്തിലാണ് ചരിത്രകാരൻ കൂട്ടായ ശത്രുഘ്ൻ സിൻഹ കോൺഗ്രസിലേക്ക് പോകുന്നത് എന്ന വാർത്തകൾ വരുന്നത്. സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിക്ക് BJP സീറ്റ് നിഷേധിച്ചു. കൺപൂരിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് തീരുമാനം. അതേസമയം BJP MP ശത്രുഘ്ൻ സിൻഹ കോൺഗ്രസിലേക്കെന്നാണ് സൂചന. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകിയത്. ഇരുമുന്നണികൾക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം ചൂടുപിടിച്ച പ്രചരണത്തിലാണ്. മണ്ഡലത്തിൽ രണ്ടാം അംഗത്തിനിറങ്ങിയ ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റ് ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി പൊതുപര്യടനം തുടങ്ങിക്കഴിഞ്ഞു. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കുന്ന തിരക്കിലാണ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. അതേസമയം അവസാന കളത്തിലിറങ്ങിയ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് 2 ദിവസം മുമ്പാണ് തുടക്കമായത്. മണ്ഡലത്തിലെ പ്രചാരണത്തിൽ ഏറെ മുൻപിലാണ് LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ്. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ ഇന്നസെന്റ് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് വോട്ടർമാരെ നേരിൽ കാണുകയാണിപ്പോൾ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഹൃദ്യമായ വരവേൽപ്പാണ് ഇന്നസെന്റിന് ലഭിക്കുന്നത്. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് അദ്ദേഹത്തിന്റെ വോട്ടഭ്യർത്ഥന. 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ചാലക്കുടി മണ്ഡലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. ഇനിയൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം കുടമായിരുന്നു എനിക്ക്, പക്ഷെ ഈ പ്രാവശ്യം കുടമല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം. അതേസമയം വൈകി കളത്തിലിറങ്ങിയ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും മണ്ഡലത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള തിരക്കിലാണ്. ആദ്യഘട്ട പ്രചാരണം ഉടൻ പൂർത്തിയാക്കി അടുത്ത മാസം 1 മുതൽ പൊതുപര്യടനം തുടങ്ങാനാണ് UDF സ്ഥാനാർത്ഥിയുടെ തീരുമാനം. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് തങ്ങളെന്ന് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പറഞ്ഞു. സാധാരണഗതി ചാലക്കുടി പണ്ട് തൊട്ടേ ഒരു UDF കോൺഗ്രസ് വിജയിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു, ഈ പ്രാവശ്യം അത് വീണ്ടെടുക്കാനുള്ള എല്ലാ തലത്തിലുള്ള പ്രവർത്തനങ്ങളും വളരെ സജീവമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനിടെ ഏറ്റവും ഒടുവിൽ മത്സര ചിത്രത്തിലേക്ക് എത്തിയ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനും പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ LDF സ്ഥാനാർത്ഥിയും നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF സ്ഥാനാർത്ഥിയും തീവ്ര പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. അതേസമയം നില മെച്ചപ്പെടുത്താൻ BJP സ്ഥാനാർത്ഥിയും മണ്ഡലത്തിൽ സജീവമാണ്. ചാലക്കുടിയിൽ നിന്നും KM ഉമേഷ്. മലപ്പുറം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി VP സാനു 2 തവണ മണ്ഡല പര്യടനം പൂർത്തിയാക്കി. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യഘട്ട പര്യടനവും കൺവെൻഷനുകൾക്കും തുടക്കമായി. BJP, SDPI, PDP സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങി. 1,42,000 പുതിയ വോട്ടർമാരാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഇടതു സ്ഥാനാർത്ഥി VP സാനുവിന്റെ കണ്ണ് ഈ പുതിയ വോട്ടുകളിലാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, വളരെ ആവേശപൂർവ്വമാണ്. അവരിൽ ഒരാളായിട്ടാണ്
അവരിലൊരാൾ എന്നുള്ളതല്ല, അവർ തന്നെയാണ്, ഞാൻ തന്നെയാണ് അവർ തന്നെയാണ് ഞാൻ എന്നുള്ള നിലയിലാണ് അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. സാനു കൺവെൻഷനുകളും 2 തവണ മണ്ഡല പര്യടനവും പൂർത്തീകരിച്ച് പ്രചരണത്തിൽ ഏറെ മുന്നോട്ടു പോയി. ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ലക്ഷ്യം. പ്രചരണമൊക്കെ അതിന്റെ രീതിക്ക് നടക്കും. പ്രചരണത്തിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല. ജനങ്ങളുടെ മൂഡ് ഈ 2 ഗവൺമെന്റിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ഒരു UDF വേവ് പ്രതീക്ഷിക്കാവുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ SDPI സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൾ മജീദ് ഫൈസിയും PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ മേത്തറും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. വി ഉണ്ണികൃഷ്ണനാണ് BJP സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് ഇരവിപുരം മണ്ഡലത്തിലെ മയ്യനാട് പഞ്ചായത്തിൽ ഉജ്ജ്വല സ്വീകരണം. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ഇരവിപുരം മണ്ഡലത്തിൽ പര്യടനം നടത്തി. BJP സ്ഥാനാർത്ഥി KV സാബു ചടയമംഗലത്ത് പര്യടനം നടത്തി. വിദേശ മലയാളികളും സർക്കാർ ജീവനക്കാരും ഏറെയുള്ള കൊല്ലം മയ്യനാട് പഞ്ചായത്തിൽ രാഷ്ട്രീയം പറഞ്ഞും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ നിരത്തിയുമായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ പര്യടനം. രാഷ്ട്രീയ വഞ്ചന നടത്തി ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തെ ഒറ്റിയവർ ആരാണെന്ന് കൊല്ലത്തെ രാഷ്ട്രീയ പ്രബുദ്ധരായ വോട്ടർമാർക്ക് അറിയാമെന്ന് BJP CPM ബന്ധം ആരോപിച്ച പ്രേമചന്ദ്രന് KN ബാലഗോപാലിന്റെ ചുട്ട മറുപടി. ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾ BJPയുടെ നിലപാടിനെതിരെ ശക്തമായി തുറന്നെതിർത്ത് എപ്പോഴും എന്നും എതിർക്കുന്ന അവരുടെ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെയും ഇടതുപക്ഷ മുന്നണിയും UDFും തമ്മിലുള്ള മത്സരത്തിനകത്ത് ഞങ്ങൾ വ്യക്തികളെ അല്ല, ഞങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നത്. എന്തായാലും 4-5 മണ്ഡലങ്ങളിൽ UDFും BJPയും തമ്മിലൊരു ധാരണയുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ വരുന്നത്. ജനങ്ങൾ വളരെ ഇക്കാര്യത്തെ സംബന്ധിച്ചൊക്കെ അവെയർ ആയിരിക്കും, അവർ നല്ല ധാരണയുള്ളവരായിരിക്കും, അവർ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വയം ഈ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് അബദ്ധത്തിലേക്ക് എത്താതിരിക്കുന്നതാണ് നല്ലത്. കൊല്ലത്തെ ദുർബലനായ BJP സ്ഥാനാർത്ഥി UDF BJP ബന്ധത്തിന്റെ തെളിവാണെന്ന ആരോപണത്തിന് പ്രേമചന്ദ്രന്റെ തിരിച്ചുള്ള ആരോപണം CPMും BJPയുമായാണ് ബന്ധമെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. വലിയ അസഹിഷ്ണുത CPM പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പരോക്ഷമായി BJPയെ സഹായിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അപകീർത്തികരമായി ചിത്രീകരിക്കുകയും എതിർക്കുന്നത് രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസിന്റെ രാഷ്ട്രീയവും CPMന്റെ രാഷ്ട്രീയവും വേറെയാണ്. കേരളത്തിൽ മത്സരിക്കുന്നവരാണ്. ആ എതിർപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ ഇട്ട് അദ്ദേഹത്തെ അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും BJPയെ സഹായിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ BJP സ്ഥാനാർത്ഥി KV സാബു ആരോപണങ്ങൾക്ക് ജനങ്ങൾ മറുപടി പറഞ്ഞുകൊള്ളുമെന്ന നിലപാടിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുന്നണി സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയതോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം ശക്തമായി. എന്നാൽ പ്രചരണ രംഗത്ത് LDF ഏറെ മുന്നിലാണ്. 3ാമത്തെ പര്യടനത്തിലാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 3ാമത്തെ പ്രചാരണത്തിലാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. പ്രചാരണ പ്രവർത്തനങ്ങളിൽ മറ്റ് 2 മുന്നണികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് LDF. വിജയം ആവർത്തിക്കുകയാണ് LDF ലക്ഷ്യം. LDFന് പുറത്തുള്ളവരുടെ വോട്ട് കൂടി ലഭിച്ച് ഇത്തവണ ചരിത്ര വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDF യഥാർത്ഥത്തിൽ നല്ല മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFന് പുറത്തുള്ള മത ജനാധിപത്യ വിശ്വാസികളും നല്ല നിലയിൽ തന്നെ LDFനെ പിന്താങ്ങുന്ന സ്ഥിതിയാണ് ഓരോ ദിവസം കഴിയുന്നതോറും തെളിഞ്ഞു വരുന്നത്. അഡ്വക്കേറ്റ് സുബയ്യറിയെ തഴഞ്ഞ് മത്സരരംഗത്തിറങ്ങിയ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. ഉന്നത ഇടപെടലിനെ തുടർന്ന് കലാപമൊതുക്കി പ്രചാരണ രംഗത്തിറങ്ങിയ രാജ്മോഹൻ ഉണ്ണിത്താൻ ശുഭാപ്തി വിശ്വാസത്തിലാണ്. എന്റെ ഒരു വരവോടുകൂടി തന്നെ ഇടതുപക്ഷ മുന്നണി ഒരാഴ്ച മുമ്പിലായിരുന്നെങ്കിൽ ഞാനും ഒപ്പമെത്തി. ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രചാരണ രംഗത്തിറങ്ങിയത് NDAയിലെ BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറാണ്. നരേന്ദ്രമോദിയുടെ ഭരണനേട്ടങ്ങളും വിശ്വാസ സംരക്ഷണ പ്രശ്നങ്ങളും വിജയമുറപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് രവീശ തന്ത്രി. നരേന്ദ്രമോദിജിയുടെ ഭരണമുന്നേറ്റവും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചു എന്നുള്ള നിലപാട് ഈ വിഷയങ്ങൾ അനുകൂലമാവുന്നത് NDAക്കാവുമ്പോൾ ഞങ്ങൾക്ക് UDF ഒരു പ്രശ്നമല്ല. കാസർഗോഡ് പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. എന്നാൽ BJPയുടെ സജീവ സാന്നിധ്യവുമുണ്ട്. ചുവപ്പ് കോട്ട എന്നറിയപ്പെടുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മണ്ഡലത്തെ വീണ്ടും ചുവപ്പിക്കുകയാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ ലക്ഷ്യം. എന്നാൽ ഈ ചുവപ്പ് കോട്ടയെ ത്രിവർണ്ണ കോട്ടയാക്കി മാറ്റുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ലക്ഷ്യമിടുന്നത്. വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് സാന്നിധ്യം വ്യക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രവീശ തന്ത്രി കുണ്ടാറും പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ളത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്.
മലയോര കർഷകരുടെ വോട്ടുറപ്പിച്ച് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മലയോര മേഖലയിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പര്യടനം. അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന റോഡ് വികസനം ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷം ശ്രീമതി ടീച്ചർ മലയോര മേഖലയിൽ കൊണ്ടുവന്നത് നിരവധി പദ്ധതികളാണ്. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ശ്രീമതി ടീച്ചർക്ക് ആവേശകരമായ സ്വീകരണമാണ് മലയോര ജനത നൽകിയത്. കണ്ണൂരിന്റെ വികസന നായിക PK ശ്രീമതി ടീച്ചറെ ഇരുകൈകളും നീട്ടിയാണ് മലയോരം സ്വീകരിച്ചത്. തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തെത്തിയ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചു. ബാൻഡ് മേളത്തിന്റെയും വെടിക്കെട്ടിന്റെയും അകമ്പടിയോടെയാണ് ശ്രീമതി ടീച്ചർക്ക് എല്ലാ കേന്ദ്രങ്ങളിലും സ്വീകരണം ഒരുക്കിയത്. റോഡ് വികസനം ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷം MP എന്ന നിലയിൽ മലയോര ജനതയ്ക്കു വേണ്ടി നടത്തിയ ഇടപെടലുകളാണ് ശ്രീമതി ടീച്ചറെ മലയോരത്തിന്റെ പ്രിയപ്പെട്ട നേതാവാക്കി മാറ്റിയത്. നമ്മുടെ ഈ കണിയാർ വയൽ, കാഞ്ഞിലേരി, തിരൂർ, ഉളിക്കൽ ഈ റോഡ് വന്നു. 62 കോടി അതിനെ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു രാജകീയ പാത, നമ്മുടെ ഇരിക്കൂറിലേക്ക് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച റോഡ്. അതുപോലെ തന്നെ സെൻട്രൽ റോഡ് ഫണ്ട് നമ്മുടെ മലയോര മേഖലയിൽ കിട്ടിയിട്ടുള്ളത് 6 റോഡുകളാണ്. UDFന് സ്വാധീനമുള്ള മേഖലകളിൽ ഉൾപ്പെടെ തരംഗം സൃഷ്ടിച്ചാണ് LDF സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചറുടെ പര്യടനം തുടരുന്നത്. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം കണ്ണൂരിൽ നിന്നും M സന്തോഷ്. തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും ചൂടേറി. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആദ്യഘട്ട പര്യടനം പുരോഗമിക്കുമ്പോൾ വൻ സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ ലഭിക്കുന്നത്. UDF NDA സ്ഥാനാർത്ഥികളും പര്യടനങ്ങൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും ചൂടേറുകയാണ്. പത്തനംതിട്ടയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളും കൂടി ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ഈ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന പത്തനംതിട്ടയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ആറന്മുള സിറ്റിംഗ് MLA വീണ ജോർജും UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP ആന്റോ ആന്റണിയും NDA സ്ഥാനാർത്ഥിയായി K സുരേന്ദ്രനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വാശിയേറിയ മത്സരത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വീണ ജോർജ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ്. വീണ ജോർജിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം പുരോഗമിക്കുമ്പോൾ മികച്ച സ്വീകാര്യതയാണ് വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് ലഭിക്കുന്നത്. മണ്ഡലത്തിലെ വികസനത്തെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി നേരിടുന്നതെന്നും അതിനാൽ ഇടതുമുന്നണിക്ക് വൻ വിജയമായിരിക്കും ഉണ്ടാവുകയെന്നും വീണ ജോർജ് പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന, മണ്ണിന് വേണ്ടിയും കർഷകന് വേണ്ടിയും സംസാരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ 3 വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൽ വാസ്തവത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം അത് വലിയ ആവേശകരമാണ്. കേന്ദ്രതലത്തിൽ നിന്നുകൂടി നമുക്ക് സഹായം നേടിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റബ്ബർ മേഖല ഉൾപ്പെടുന്ന കാർഷിക വിളകൾ, ഈ മലയോര കർഷകരുടെ അവരുടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. അത് നിശ്ചയമായിട്ടും നമ്മളത് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുകയോ ചെയ്യും. അതേസമയം 2008 മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള 3ാമത്തെ തെരഞ്ഞെടുപ്പിലും ആന്റോ ആന്റണി തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി. മികച്ച ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ താൻ നേരിടുന്നതെന്ന് ആന്റോ ആന്റണിയും വ്യക്തമാക്കി. ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ കാണുന്നുണ്ട്. 100% വിജയപ്രതീക്ഷയാണുള്ളത്. ഏറെ അവ്യക്തതകൾക്കൊടുവിലാണ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായത്. തുടക്കത്തിൽ പല പേരുകളും ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ K സുരേന്ദ്രൻ തന്നെ അവസാനം നറുക്കു വീഴുകയായിരുന്നു. K സുരേന്ദ്രന്റെ മണ്ഡല പര്യടനം കൂടി ആരംഭിച്ചതോടെ പ്രചരണ രംഗവും കൊഴുത്തു. മണ്ഡലത്തിൽ ആരു വാഴും ആരു വീഴും എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തമിഴ്നാട് കോയമ്പത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന CPIM സ്ഥാനാർത്ഥി PR നടരാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 18-നാണ് കോയമ്പത്തൂരിൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ CPIM-ഉം CPI-യും 2 സീറ്റുകളിൽ വീതം മത്സരിക്കുന്നുണ്ട്. DMK-യുടെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ സഖ്യത്തോടൊപ്പം കൈകോർത്താണ് ഇടതുപക്ഷം ഇത്തവണ തമിഴ്നാട്ടിൽ മത്സരരംഗത്തുള്ളത്. CPIM-ന് നിർണായക സ്വാധീനമുള്ള കോയമ്പത്തൂർ പാർലമെന്റ് സീറ്റിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MPയുമായ PR നടരാജനാണ് മത്സരിക്കുന്നത്. DMK ഉൾപ്പെടെയുള്ള സഖ്യകക്ഷി നേതാക്കൾക്കൊപ്പം കോയമ്പത്തൂർ ജില്ലാ കളക്ടറേറ്റിലെത്തിയാണ് നടരാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സമാധാനത്തിന്റെ പ്രതിനിധിയാണ് താനെന്നും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം നടരാജൻ പറഞ്ഞു. இந்த நகரத்தினுடைய இந்த மாவட்டத்தினுடைய அமைதி வேட்பாளராக நான் உங்களிடத்திலே இருக்கிறேன் என்பதை நான் பணிவோடு தெரிவித்துக் கொள்கிறேன். இந்த மாவட்டத்தினுடைய அமைதி பாதுகாக்கப்பட வேண்டும்,
பாதுகாக்கப்பட்டால் மட்டும்தான் வளர்ச்சி என்பது உத்தரவாதமாக இருக்கும். ஆகவே ஒரு அமைதி வேட்பாளராக அனைத்து பகுதி மக்களையும் மிகுந்த உரிமையோடு உங்கள் வாக்குகளை அறிவால் சுத்திக நட்சத்திர சின்னத்திலே கொடுக்க வேண்டும் என்று பணிவோடு കേട്ടുകൊള്ളുகிறேன். 2004 മുതൽ 2009 വരെ കോയമ്പത്തൂരിൽ എം പി ആയിരുന്ന PR നടരാജൻ അന്ന് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മോഡി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ചെറുകിട തൊഴിൽ യൂണിറ്റുകളും തുണിമില്ലുകളുമെല്ലാം അടച്ചുപൂട്ടിയതും പ്രധാന പ്രചാരണ വിഷയമാണ്. AIADMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ മത്സരിക്കുന്ന BJPയാണ് കോയമ്പത്തൂരിലെ എതിരാളി. കോയമ്പത്തൂരിന് പുറമെ CPIM മത്സരിക്കുന്ന മധുരയിൽ സാഹിത്യകാരനും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സു വെങ്കടേഷാണ് സ്ഥാനാർത്ഥി. തമിഴ്നാട് പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് കൂടിയാണ് സു വെങ്കടേഷ്. CPI തിരുപ്പൂരിലും നാഗപട്ടണത്തുമാണ് ജനവിധി തേടുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർണാടകയിലെ ചിക്കബെല്ലാപുര പാർലമെന്റ് മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥി S വരലക്ഷ്മി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നൂറുകണക്കിന് കർഷകരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ പ്രകടമായെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പൊതുസമ്മേളനത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, മുൻ MLA ശ്രീരാമറെഡ്ഡി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി ഛായാചിത്രങ്ങൾ തീർക്കുകയാണ് കുമ്മളി സ്വദേശി അബ്ദുൾ റസാഖ്. 20 സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ തീർത്തതിൽ ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങളാണ് അധികവും. കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി VN വാസവൻ, എറണാകുളത്തെ P രാജീവ്, വടകരയിൽ മത്സരിക്കുന്ന P ജയരാജൻ തുടങ്ങി 20 മണ്ഡലങ്ങളിലെയും ഇടത് സ്ഥാനാർത്ഥികൾ റസാഖിന്റെ ക്യാൻവാസിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇടുക്കിയിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ചിത്രങ്ങളാണ് വരച്ചതിൽ ഏറെയും. ജോയ്സിന്റെ പ്രചാരണത്തിലെ ഓരോ ദിവസത്തെയും പ്രധാന കാഴ്ചകളാണ് ചിത്രീകരിക്കുന്നത്. ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കും. ഇത്തരത്തിലുള്ള പ്രചാരണത്തിന് മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് റസാഖ് പറയുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ വരച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്നുള്ളതിൽ പര്യടനത്തിന്റെ ഉൾപ്പെടെയുള്ള സ്കെച്ചുകൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. 50-ൽ പരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കളർ പെൻസിൽ, ഇന്ത്യൻ ഇങ്ക്, വാട്ടർ കളർ, ഓയിൽ പേസ്റ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് രചനകൾ. രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക നായകർ, കായിക പ്രതിഭകൾ, ലോക രാഷ്ട്രത്തലവന്മാർ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ രചിച്ച റസാഖ് ദേശീയ തലത്തിലും ശ്രദ്ധേയനാണ്. റസാഖിന്റെ ചിത്രരചനയ്ക്ക് ഇന്ത്യ ബുക്കിന്റെ 4 ദേശീയ റെക്കോർഡ്, യൂണിവേഴ്സൽ ഫോറത്തിന്റെ റെക്കോർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന് 37ാമത് ഷോറൂം അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് ടൗൺ ഹാളിന് സമീപം 3 നിലകളിലായാണ് പുതിയ ഷോറൂം ഒരുക്കിയിട്ടുള്ളത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KN ദിവാകരൻ, പിട്ടാപ്പള്ളി ഗ്രൂപ്പ് ചെയർമാൻ PP ഔസേപ്പ് എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ, പിട്ടാപ്പള്ളിയിൽ അടിമാലി സെന്റ് ജൂഡ് പള്ളി സഹവികാരി ഫാദർ ജോൺ ഊരോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകളാണ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഒരുക്കിയിട്ടുള്ളത്.